സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ OAW പ്രക്രിയ ഉപയോഗിച്ച് ഹോറിസോണ്ടൽ പൊസിഷനിൽ ഒരു 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ ലാബ് ജോയിന്റും T ജോയിന്റും ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നതിന് പ്രാപ്തരാകും. ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രോസസ്സിനും അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കാൻ, ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാപ്പിനും T ജോയിന്റിനുമുള്ള ഷീറ്റ് സെറ്റ് ചെയ്ത് തയ്യാറാക്കാൻ, ടാക്ക് വെൽഡ്, പോരായ്മകളുണ്ടോ എന്നറിയാൻ വെൽഡ് മെൻസ് പരിശോധിക്കുക, ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ള ലാപ്പ് ജോയിന്റും T ജോയിന്റും ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്. ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റലൈൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ. നമുക്കിപ്പോൾ OAW പ്രക്രിയ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 2 mm കനമുള്ള MS ഷീറ്റിൽ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട പടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 150 mm നീളവും 50 mm വീതിയുമുള്ള പീസുകൾ മുറിച്ചെടുക്കുക. വെൽഡ് ശരിയായി പ്രവേശിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ലോഹ കഷ്ണങ്ങളുടെ അരികുകളും പ്രതലങ്ങളും വൃത്തിയാക്കുക. 150 mm നീളവും 50 mm വീതിയും പരപ്പുമുള്ളത്. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 2 mm കനമുള്ള ഒരു MS ഷീറ്റിൽ ലാബ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. പൊസിഷനറിന്റെ ക്രോസ് ബാർ ഹൈ ലെവലിൽ സ്ഥാപിക്കുക. പീസുകൾ ശരിയായി ഓവർലാപ്പിംഗ് ചെയ്ത് കറക്റ്റ് അലൈൻമെന്റിൽ വെൽഡ് കഷ്ണങ്ങളെ ലാബ് ജോയിന്റായി സെറ്റ് ചെയ്യുക. നോസിൽ നമ്പർ 5ഉം 1.5 mm കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡും തിരഞ്ഞെടുക്കുക. ഓക്സിജന്റെയും അസറ്റൈലിന്റെയും പ്രഷർ ഒരു ന്യൂട്രൽ ഫ്ലെയിമായി അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്സിജന്റെ പ്രഷർ 0.5നും 1.41 kg/cm² ഇടയിലും അസറ്റൈലിന്റെ പ്രഷർ 0.8നും 0.15 kg/cm² ഇടയിലായി അഡ്ജസ്റ്റ് ചെയ്യുക. ഷീറ്റുകൾ ടാക്ക് വെൽഡ് ചെയ്ത് അലൈൻമെന്റ് പരിശോധിക്കുക. പൊസിഷനറിന്റെ ക്രോസ് ബാറിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെൽഡ് ഫിക്സ് ചെയ്യുക. ബ്ലോ പൈപ്പ് 60 മുതൽ 70 ഡിഗ്രി വരെയും ഫില്ലർ റോഡ് 30 മുതൽ 40 ഡിഗ്രി വരെയും വെൽഡ് ലൈനിലേക്ക് പിടിക്കുക. ബ്ലോ പൈപ്പിലേക്ക് വൃത്താകൃതിയിലുള്ള ചലനം നൽകിക്കൊണ്ട് ജോയിന്റിന്റെ വലത്തെ അറ്റത്ത് നിന്ന് ബീഡ് നിക്ഷേപിച്ച് ഇടത്തെ അറ്റത്തേക്ക് പോകുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു സിംഗിൾ റൺ ഉപയോഗിച്ച് ജോയിന്റ് വെൽഡ് ചെയ്യുക. ഒരു യൂണിഫോം വെൽഡ് ബീഡ് നിർമ്മിക്കുവാൻ കൃത്യമായ ട്രാവൽ സ്പീഡ് നിലനിർത്തുകയും ബ്ലോ പൈപ്പും ഫില്ലർ റോഡും നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ OAW പ്രക്രിയ ഉപയോഗിച്ച് 2 mm കനമുള്ള MS ഷീറ്റിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ T ജോയിന്റ് ചെയ്യുന്നതിനുള്ള വെൽഡിംഗ് പ്രക്രിയയെക്കുറിച്ച് നോക്കാം. നോസിൽ നമ്പർ 5ഉം കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ് 1.5 mm തിരഞ്ഞെടുക്കുക. ഓക്സിജന്റെ മർദ്ദം 0.5 മുതൽ 1.4 kg/cm² വരെയും അസറ്റലിൻ 0.8 മുതൽ 0.15 kg/cm² വരെയും ക്രമീകരിക്കുക. T ജോയിന്റായി വെൽഡ് കഷ്ണത്തെ ടാക്ക് ചെയ്യുക. ഷീറ്റുകൾ ടാക്ക് വെൽഡ് ചെയ്ത് അലൈൻമെന്റ് പരിശോധിക്കുക. പൊസിഷനറിന്റെ ക്രോസ് ബാറിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെൽഡ് ഫിക്സ് ചെയ്യുക.
ബ്ലോ പൈപ്പിന്റെ ആംഗിൾ യഥാക്രമം 75 മുതൽ 80 ഡിഗ്രി വരെയും ഫില്ലർ റോഡ് 40 ഡിഗ്രിയിലും നിലനിർത്തുക. ബ്ലോ പൈപ്പിലേക്ക് വൃത്താകൃതിയിലുള്ള ചലനം നൽകിക്കൊണ്ട് ജോയിന്റിന്റെ വലത്തെ അറ്റത്ത് നിന്ന് വീട് നിക്ഷേപിച്ച് ഇടത്തെ അറ്റത്തേക്ക് പോകുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു സിംഗിൾ റൺ ഉപയോഗിച്ച് ജോയിന്റ് വെൽഡ് ചെയ്യുക. ഷീറ്റ് സർഫസിനും വെൽഡ് ലൈനിനും ഇടയിലായി ബ്ലോ പൈപ്പിനും ഫില്ലർ റോഡിനും ശരിയായ കോണുകൾ നിലനിർത്തുക. അത് റൂട്ടും അതിന്റെ സർഫസ് ജോയിന്റുകളും ശരിയായി ഉരുക്കും. ഇപ്പോൾ നമ്മൾ OAW പ്രക്രിയ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ T ജോയിന്റും ലാപ്പ് ജോയിന്റും ചെയ്യുമ്പോൾ പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കും. ജോയിന്റിന്റെ മുഴുവൻ നീളത്തിന്റെ യൂണിഫോം സൈസും ഷേപ്പും പരിശോധിക്കുക. അതായത് റീഇൻഫോഴ്സ്മെന്റും ജോയിന്റിന്റെ കോണ്ടൂറും. ലെഗ് ലെങ്ത് തുല്യമാണെന്ന് ഉറപ്പാക്കുക. പോരായ്മകൾ അറിയാനായി വെൽഡ് പരിശോധിക്കുകയും വെൽഡ് ചെയ്ത ഏരിയ വൃത്തിയാക്കുകയും ചെയ്യുക. ജോയിന്റിന്റെ അവസാനം ക്രേറ്റർ ഫില്ല് ചെയ്ത് വെൽഡ് പൂർത്തിയാക്കുക. വെൽഡ് ബീഡ് തുല്യമായ ലെഗ് ലെങ്തിലാണോ എന്നും തുല്യമായ ലെഗ് ലെങ്തും അണ്ടർകട്ട്, uneven ripples, crater, crack, lack of root fusion, uneven ripples, lack of root penetration, recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ടാഗ് വെൽഡിംഗിനും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ട അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ലാബ് ജോയിന്റിനും T ജോയിന്റിനും ചെയ്യാൻ വേണ്ട ഷീറ്റ്സ് സെറ്റ് ചെയ്യുക. ടാഗ് വെൽഡ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽമെൻസ് പരിശോധിക്കുക.